ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇത് ഇന്നലത്തെ ഒരു വീഡിയോ ആണ്. എന്താ പറയുക, ഞാൻ കുറേ നാളായി ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ രാവിലെ തന്നെ ആദ്യം തന്നെ ഞാൻ ഒരു കോഫിയാണ് കേട്ടോ കുടിച്ചത്. കുറച്ച് കോഫി പൗഡർ ഇരിക്കുന്നതുകൊണ്ട് ഒന്ന് അങ്ങ് ആറാടി തീർക്കുകയാണ് സത്യം പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് ഗോതമ്പ് ദോശയാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കി. അപ്പോൾ ചേട്ടന് കട്ടനും കൂടെ ഇട്ടിട്ട് കാപ്പി ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. എന്നിട്ടാണ് ഞങ്ങൾ കഴിച്ചത്. ഞാൻ ഈ ചായ കാപ്പി ഇതൊക്കെ ഒരുപാട് തവണ ഞാൻ ഒരുപാട് പേര് പറയണേ കേട്ടിട്ടുണ്ട്. നമ്മുടെ കാപ്പി അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക, നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ, അതായത് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ അങ്ങനെയൊന്നും കഴിക്കാൻ പാടില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, നമുക്ക് അനീമിയ, അതായത് നമ്മൾ ആ ഒരു സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു യൂസ് ഇല്ലാതായിപ്പോവും, ഫുഡിൻ്റെ യൂസും ഇല്ലാതായിപ്പോവും. പിന്നെ അതുപോലെ തന്നെ ആ ചായയുടെയൊക്കെ ഒരു ഗുണവും നമുക്ക് കിട്ടാതാവുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ അതുകൊണ്ട് ഞാനിപ്പം മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്നിടത്തോളം ഞാൻ ഒന്നിച്ച് കഴിക്കാറില്ല അല്ലെങ്കിൽ കുടിക്കാറില്ല. എന്നിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോകാൻ ഇറങ്ങി കേട്ടോ. ഒരു 10 മണിയൊക്കെ കഴിഞ്ഞു. ആദ്യം ഞങ്ങൾ ബൈക്കിലാണ് ഇറങ്ങിയത് കേട്ടോ. അപ്പോഴും നല്ല മഴ. പിന്നെ ചേട്ടൻ പോയി തിരിച്ച് കാർ എടുത്തുകൊണ്ട് വന്ന് കുറച്ച് ദൂരം വന്നതേ ഉള്ളുമായിരുന്നു. നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴ തുടങ്ങിയതും എല്ലായിടത്തും നമ്മുടെ വാട്ടർ അതോറിറ്റിക്കാരും അതുപോലെ തന്നെ PWDക്കാരും എല്ലാവരും എന്താ പറയുക, ഓരോയിടത്തും ഓരോ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അവിടെ കുഴികളായിട്ടുണ്ട്. എല്ലാ റോഡുകളും ഇപ്പോൾ ഏകദേശം ഇലക്ഷൻ സമയമായപ്പോൾ ടാറിട്ട് വെച്ചിരുന്നതാണ്. ഇപ്പോൾ എല്ലാം വീണ്ടും നാശക്കോട്ടയാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ കൃഷിഭവനിലോട്ടാണ് കേട്ടോ പോയത്. ഈ കൃഷിഭവനിൽ ഞങ്ങൾ കഴക്കൂട്ടം കൃഷിഭവനിലാണ് കേട്ടോ പോയത്. അപ്പോൾ കുറച്ച് വിത്തും തൈകളൊക്കെ വാങ്ങാമെന്ന് കരുതി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്ന ആ ഒരു ഇതുണ്ടല്ലോ, നല്ല രസമാണ് കേട്ടോ. തെങ്ങിൻ്റെ ആ ഒരു നമ്മളെന്താ പറയുക, തൈകളൊക്കെ ഒരുപാട് വെറൈറ്റികളുണ്ട്. അതുപോലെ തന്നെ ഈ താറാവുകളൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. മോള് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത പോലെ എനിക്ക് തോന്നി. അതിൻ്റെ അകം ഒരു സൂവിൻ്റെ അകത്ത് പോയതുപോലെയായിരുന്നു. അപ്പോൾ കുറേ ആമ്പൽ അതൊക്കെ നട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, മോൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് തോന്നിയ ഒന്നാണ് ഈ ആടുണ്ടല്ലോ, നല്ല കുട്ടി ആട് കേട്ടോ. എന്തോ പൊമേറിയൻ ഇനത്തിൽപ്പെട്ട എന്തോ ഒരു ആടാണെന്ന് പറഞ്ഞിട്ട്, എന്തോ ഇനമാണ് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. ഇതൊക്കെ വിൽക്കാൻ വെച്ചേക്കുന്നതാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുഞ്ഞു കുട്ടികളൊക്കെ 2 എണ്ണം അവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ മോൾക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അവൾ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഒരു 2-2:30 മണിയായി കേട്ടോ. പിന്നെ ഫുഡും കൂടെ വാങ്ങിച്ചിട്ട് വരാനായിരിക്കും. കാരണം വീട്ടിൽ നമ്മളൊന്നും വച്ചിട്ടില്ലായിരുന്നു, ഞാൻ കാപ്പി മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ ഞങ്ങൾ ചേങ്കോട്ടുകോണത്തെ നികുഞ്ച റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങി